അപ്പം പൊതുവെ നിങ്ങൾ എവിടെ ക്ലാസ് റെഫർ ചെയ്താലും നിങ്ങൾക്ക് ഈ ലിമിറ്റ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഈവൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ഏതൊക്കെ ലിമിറ്റ് എങ്ങനെയാ സോൾവ് ചെയ്യണം മൊത്തം ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. ശരിക്കും നമുക്ക് 6 മെത്തേഡ്സ് ആണ് ലിമിറ്റ് സോൾവ് ചെയ്യാനുള്ളത്. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ മെത്തേഡായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ആദ്യത്തെ 3 മെത്തേഡ്സ് ആണ് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത 3 മെത്തേഡ്സ് പഠിക്കും. അപ്പൊ നോക്കിക്കേ, നമുക്കൊരു ലിമിറ്റ് സോൾവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, by directly putting the value of x is equal to a. ഇപ്പൊ ലിമിറ്റ് x tends to a, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എപ്പോഴാണ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫംഗ്ഷന് എയുടെ വാല്യൂ ഇട്ട് കൊടുക്കും. അതായത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എഫ് ഓഫ് എ കണ്ടുപിടിക്കും. ഇനി കണ്ടുപിടിക്കുന്ന എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. നമ്മൾ എന്തിനാ പഠിക്കുന്നത്? നമ്മൾ PSC ആണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താ പറയാ, വേറെ നമ്മൾ കോമൺ എക്സാംസിന് അല്ലെങ്കിൽ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ലൈക് ഷോ പ്രൂവ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ഇതിപ്പോ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഡസ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എത്രയും ഈസിയസ്റ്റ് അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിരിച്ച് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ഒരു ജനറൽ റൂളേ ഉള്ളൂ, ലെഫ്റ്റ് ഹാൻഡ്. നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതി നോക്കുക, ഈക്വൽ ആണോ നോക്കുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൊണ്ട് സമയം ഒരുപാട് പോകും. ഒരു ലിമിറ്റ് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതുമ്പോൾ നമ്മുടെ ടൈമും കുറെ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 6 മെത്തേഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത്, സോ ദാറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആലോചിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ആണെങ്കിൽ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു സൈൻ ഫംഗ്ഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ലോഗ് ഫംഗ്ഷൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പം നമ്മൾ ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണോ, സിനുസോയിഡൽ ആണോ, അതായത് സൈൻ ഫംഗ്ഷൻസ് ആണോ, അല്ലെങ്കിൽ ലോഗറിതമിക് ഫംഗ്ഷൻ ആണോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അങ്ങനെയാണ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അല്ല, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് എക്സിന് പകരം എ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിനു മുമ്പ് എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പോളിനോമിയൽ ഫംഗ്ഷൻസ് ഓക്കെ നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ? എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണത്? അറിയില്ല. ഓക്കെ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇന്റിജേഴ്സ്, പോളിനോമിയൽ ഫംഗ്ഷൻസിൽ പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കും എക്സ്പോണൻസ് ആയിട്ട് ഉണ്ടാവുക. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ്, ക്യൂബിക് ഫംഗ്ഷൻസ്, ലീനിയർ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? പോളിനോമിയൽ ആണ്. ഇപ്പൊ 3x - 7 അല്ലെ, എക്സിന്റെ പവർ 1 ആണ്. ഇനി x² + 2x + 1, എക്സിന്റെ പവർ എത്രയാണ്? 2 ആണ്. പിന്നെ ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് നമുക്ക് എന്താ പറയാ? ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ ക്യൂബിക് ഫംഗ്ഷൻസ്, ഇവരൊക്കെ എന്താണ്? ഇവരെല്ലാവരും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അതായത് ഇവരുടെ പവർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കും. ഇവരുടെ എക്സ്പോണൻസ് കണ്ടോ, ഫുൾ എല്ലാവരും ഇന്റിജേഴ്സ് ആണ്. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. ഇനി ഇത് പോളിനോമിയൽ ആവാതാവുന്നത് എപ്പോഴാണ്? ഇവിടെ പവർ നോക്കിക്കേ, നെഗറ്റീവ് വന്നു. 5x⁻⁻1 + 1 എന്ന് വന്നു. കണ്ടോ, പവർ നെഗറ്റീവ് ആയി ആൻഡ് പവർ ഫ്രാക്ഷണൽ ആയി. നോക്കിക്കേ, 4x⁻1/2, അതായത് പവർ ഫ്രാക്ഷണൽ ആയി. സോ ഇതൊന്നും എന്താണ്? ഇതൊന്നും പോളിനോമിയൽസ് അല്ല.
അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇപ്പൊ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇപ്പം 5x⁻1 + 1 ആണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഈ ട്രിക്ക് വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്നില്ലെങ്കിൽ പോളിനോമിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? സൈൻ ഫംഗ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ലോഗരിതമിക് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ആയിരിക്കണം. ഈ 4 ഫംഗ്ഷൻസിന് മാത്രമേ നമ്മുടെ ഈ ഒരു ട്രിക്ക് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 4 ഫംഗ്ഷൻസ് ആണ് നമുക്ക് എന്ത് തരുള്ളൂ എക്സാമിന്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലാതെ വേറെ ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കില്ല. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² + x + 1. ഈ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും കണ്ടുപിടിക്കാൻ പോവണ്ട. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ നോക്കി. ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇസ് എ പോളിനോമിയൽ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം? എക്സിന് പകരം എക്സിന്റെ സ്ഥലത്ത് എന്ത് ചെയ്യാ? 1 ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ എന്ത് പറ്റും? 1² + 1 + 1. അപ്പൊ ഓപ്ഷൻ വാല്യൂ എത്ര വന്നു? 3 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ വന്നു. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, നമുക്ക് ആൻസർ 1 എന്ന് കിട്ടി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു നോക്കിക്കേ. ln2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് log2 ആണ് അല്ലെ? ln നമ്മൾ എഴുതുന്നത് എന്താണ്? ബേസ് ഇ ആയിരിക്കും. ലോഗ് എന്ന് എഴുതുമ്പോൾ എന്താണ്? ബേസ് 10 ഡിഫൈൻ ചെയ്യുക. അപ്പം ln2 എന്നാണ് നമ്മുടെ എന്ത് കൊടുത്തിരിക്കുന്നത്? എക്സ് log2ന് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു log2 e⁻x വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഇസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ds എന്ന് ഞാൻ എഴുതുന്നത് എന്തിനാണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് ഫോം ചെയ്തിട്ടാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാം? e⁻x ഉള്ള സ്ഥലത്ത് log2 ഇട്ട് കൊടുക്കാം. e⁻ln2. e⁻ln2ന്റെ ആൻസർ എത്രയാ വരാ? e⁻ln2ന്റെ ആൻസർ എത്രയാ വരാ? 2. യെസ്, 2. അത് എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. e⁻log�x എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു x ആണ്. അല്ലെങ്കിൽ e⁻logന് പകരം ln ആണെങ്കിലും എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു x എന്നാണ് ആൻസർ വരിക. ലോഗ് കഴിഞ്ഞുള്ള ആളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ x വരുന്നുണ്ട്, അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. അപ്പം e⁻ln2 ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് നമുക്ക് ലിമിറ്റ് കിട്ടി. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 sin x + cos x. ഈ സിനുസോയിഡൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ വേവ് പോലെയാണ് അവരുടെ ഗ്രാഫ് ഉണ്ടാവുക. അതായത് സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും, സൈൻ എക്സും കോസ് എക്സും ആണ് സിനുസോയിഡൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം ഇവരുടെ ഗ്രാഫ് എങ്ങനെയാണ്? കോസ് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി കണ്ടു അല്ലെ? കോസ് എക്സിന്റെ ഗ്രാഫ് എവിടെയാണ്? എന്താ? ഇതാണ് കോസ് എക്സിന്റെ ഗ്രാഫ്. ഇനിയിപ്പോ സൈൻ എക്സിന്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കണമെങ്കിൽ സൈൻ എക്സിന്റെ ഗ്രാഫിൽ എങ്ങനെയായിരിക്കും വരിക? സൈൻ 0 0 ആണ്, സൈൻ 90 1 വരിക. ഇങ്ങനെയാണ് സൈനിന്റെ ഗ്രാഫ് വരിക. ദിസ് ഇസ് സൈൻ എക്സിന്റെ ഗ്രാഫ്. അപ്പൊ ഇതൊക്കെ എന്താണ്? സൈൻ വേവ് ആയിട്ട്. അതന്നെ കോസ് എക്സിന്റെ ഗ്രാഫ് ഒക്കെ സിനുസോയിഡൽ ആണ്. അപ്പൊ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരും? വിച്ച് ഇസ് ഈക്വൽ ടു sin 1 + cos 1. sin 1 + cos 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും? sin 1 + cos 1 എത്രയാണോ വാല്യൂ വരുന്നത് അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ദാ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണ്? ഇതിന്റെയൊക്കെ ലിമിറ്റ് കണ്ടുപിടിച്ച എങ്ങനെയാണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ്. ബേസിക്കലി നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെച്ചാണ് നമ്മൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെച്ചായിരിക്കും അവർ ലിമിറ്റ് കണ്ടുപിടിക്കുക. കിട്ടും, സെയിം ആൻസർ തന്നെ കിട്ടും, പക്ഷെ കുറെ സമയം പോകും. അപ്പോ ഇതുപോലെ പോളിനോമിയൽ ആയിക്കോട്ടെ, എക്സ്പോണൻഷ്യൽ ആയിക്കോട്ടെ, സിനുസോയിഡൽ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഈ ലോഗരിതമിക് ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഇവരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2x + 1 ഡിവൈഡഡ് ബൈ 3x² - 4x + 5.
ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തേ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? പോളിനോമിയൽ ആണ് അല്ലെ. മുകളിൽ 2x+1, അടിയിൽ 3x² - 4x+5 പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എന്താ ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കിക്കേ. 2 × 1 + 1 ഡിവൈഡഡ് ബൈ 3 × 1² - 4 × 1 + 5. എത്രയാണ് ആൻസർ വരുന്നത്? 2 + 1 which is 3. 3/3 - 4 - 1 ആണ്. +5 which is 3/4 എന്ന് പറഞ്ഞ ആൻസർ വന്നു. എല്ലാവർക്കും വന്നോ 3/4 ആൻസർ? നിങ്ങൾ ഇങ്ങനെ പാസീവ് ആയിട്ട് ഇരിക്കാതെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കമന്റ് ചെയ്താൽ മതി. ഓക്കെ, 3/4 ആൻസർ വന്നില്ലേ? യെസ്, കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 1 2x സെയിം ക്വസ്റ്റൻ ആണ് അല്ലെ. 2x+, ഓക്കെ, 2x+1 സെയിം ക്വസ്റ്റൻ ആണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്? ഫാക്ടറൈസ് ചെയ്യുക, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു പോളിനോമിയൽ, എക്സ്പോണൻഷ്യൽ, സിനുസോയിഡൽ അല്ലെങ്കിൽ എന്താണ് ലോഗരിതമിക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഇനി ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോളിനോമിയൽസിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 0 x² - 4/x - 2 ഇതിൽ നമ്മൾ ചാടിക്കേറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? ഫംഗ്ഷൻ ചാടിക്കേറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ 0/0 ഫോമിലായി പോകും. 0/0 ഫോമിലായിപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 0/0 ഫോമിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് എൽ ഹോസ്പിറ്റൽ റൂൾ ഒക്കെ പഠിക്കും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. നോക്കിയേ, x² - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? x - 2 × x + 2 എന്ന് പറഞ്ഞ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലെ. എന്തായിരുന്നു ഇത്? a² - b² which is equal to a + b × a - b എന്നാണ് വരുന്നത് അല്ലെ. a² - b² is equal to a + b × a - b. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. x² - 4 is equal to x - 2 × x + 2 ഡിവൈഡഡ് ബൈ ഒരു x - 2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മുകളിലും താഴെയും x - 2 ക്യാൻസൽ ആയി പോയി. സോ ഇവിടെ ലിമിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. which is equal to ലിമിറ്റ് x ടെൻസ് ടു 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2. ഇനി ആർക്ക് കൊടുത്താൽ മതി? x + 2 ഡയറക്ട്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എൻഷുർ ചെയ്യേണ്ട കാര്യം ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് ഒന്നും പോകാൻ പാടില്ല. ഞാൻ ചാടി കയറി ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് 0/0 ഫോം ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? ആൻസർ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടണം. ആൻസർ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടണം. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ. അപ്പോ ഈ ഒരു കേസിൽ എനിക്ക് ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫാക്ടറൈസ് ചെയ്താൽ എനിക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് പറ്റും? ആൻസർ എന്ത് കിട്ടും? എക്സിന് ഇനി 2 ഇട്ട് കൊടുക്കുക. അപ്പം 2 + 2 which is equal to 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പൊ അതാണ് ഫാക്ടറൈസേഷൻ, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് എപ്പോഴാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അങ്ങനത്തെ ഒരു ഡൗട്ടും കൂടെ നമുക്ക് വരും അല്ലെ. നമ്മൾ പറഞ്ഞു ഏത് ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോക്കി അത് ഇക്വേറ്റ് ചെയ്ത് അത് ഈക്വൽ ആണോ ഇല്ലേന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ, മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്യേണ്ട ആദ്യത്തെ 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും കോൺസെപ്റ്റ് ആണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷന് നോക്കുക. ഫംഗ്ഷൻ പീസ് വൈസ് ആണോ? പീസ് വൈസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഫംഗ്ഷനിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഇതൊന്നും പ്രിന്റ് വന്നിട്ടില്ല. ഓക്കെ, ഞാൻ എഴുതാം. അപ്പം എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലിമിറ്റ് x ടെൻസ് ടു a, നമ്മളൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ലിമിറ്റ് x ടെൻസ് ടു a f of x നമുക്ക് കണ്ടുപിടിക്കണം.
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ എഴുതും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂ എനിക്ക് എൽ എന്നാണ് കിട്ടിയത്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഞാൻ എഴുതുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ സേ എനിക്ക് എം എന്നാണ് കിട്ടിയത് എന്ന് വിചാരിക്കും. എല്ലും എമ്മും കിട്ടി. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇഫ് എൽ ഇസ് ഈക്വൽ ടു എം. ഇഫ് എൽ ഇസ് ഈക്വൽ ടു എം. എൽ എമ്മിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പൊട്ടത്തെറ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് ഏത് പോയിന്റിൽ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സ് ഇസ് ഈക്വൽ ടു എയില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ബോത്ത് എൽ ആൻഡ് എം. ഇഫ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ബോത്ത് എൽ ആൻഡ് എം. എല്ലും എമ്മും എങ്ങനെയാണ്? ഫൈനൈറ്റ് ആണ്. ബോത്ത് എൽ ആൻഡ് എം ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഇത് ഒന്ന് ഓർത്ത് വെക്കണം. ഇത് തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലും എമ്മും ഒന്നെങ്കിൽ രണ്ടുപേരും ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. സോ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അവർ ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഫൈനൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കണം. ഇനി ഞാൻ പറയാണ് എല്ലും എമ്മും ഈക്വൽ അല്ല. അല്ല, ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു എന്ത്? എല്ലും എമ്മും ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറയാണ് എൽ നോട്ട് ഈക്വൽ ടു എം. എല്ലും എമ്മും ഈക്വൽ അല്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ എല്ലും എമ്മും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ. എല്ലും എമ്മും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ഏത് പോയിന്റിലാണെന്ന് ഡിഫൈൻ ചെയ്യണം. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയില് ലിമിറ്റ് ഇല്ല. സി, നമ്മൾ എന്തിനാ ഈ പോയിന്റ് ഡിഫൈൻ ചെയ്യണേ? മേ ബി ഈ ഫംഗ്ഷനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഏത് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു അസംഷൻ എഴുതാം. ഒന്നില്ലെങ്കിൽ ഐദർ എൽ ഓർ എം, ഐദർ ഓർ ബോത്ത്. ഒന്നില്ലെങ്കിൽ ഇവരിൽ ഒരാള് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെയായിരിക്കാം? ഐദർ ഓർ ബോത്ത് എൽ ആൻഡ് എം ആർ ഓസിലേറ്ററി. എന്താണ് ഓസിലേറ്ററി എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ലെങ്കിൽ നമ്മൾ പറയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂവും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂവും ഒന്നില്ലെങ്കിൽ ഇവര് ഒരാള് അല്ലെങ്കിൽ രണ്ടുപേരും എങ്ങനെയായിരിക്കും? ഓസിലേറ്ററി ആയിരിക്കും. ഇനി എന്താണ് ഓസിലേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈൻ ഫംഗ്ഷൻ എടുക്കാം നമുക്ക്. ഓസിലേറ്ററി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ സി ദിസ് ഇസ് നമ്മുടെ സൈൻ ഫംഗ്ഷൻ. സൈൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ ഇതിന്റെ വാല്യൂസ് എങ്ങനെയാ വരിക? ഇതിന്റെ ലിമിറ്റ് എങ്ങനെയാ വരിക? സൈൻ ഫംഗ്ഷന്റെ സൈൻ എക്സ് എടുത്താൽ 1ന്റെയും -1ന്റെയും ഇടയിലാണ് സൈൻ എക്സിന്റെ വാല്യൂസ് വരിക അല്ലെ. സൈൻ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെയും ഇടയിലാണ് സൈൻ എക്സിന്റെ വാല്യൂസ് വരിക. ഇറ്റ് ഫോൾസ് ബിറ്റ്വീൻ -1ന്റെയും 1ന്റെ ഇടയിലാണ് സൈൻ എക്സിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറയാം അല്ലെ. ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പൊ സൈൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഞാൻ പറയാണ് സൈൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയില് നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എത്രയാണ് വാല്യൂ? സൈൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഫൈനൈറ്റ് വാല്യൂ ആണ്. -1ന്റെയോ 1ന്റെയോ ഇടയിലോ ഉള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ ആണ്. കാരണം അത് -1ന്റെയും 1ന്റെയും ഇടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. പക്ഷെ നമുക്ക് എന്താണ്? അൺസർട്ടൺ ആണ് അല്ലെ. ഫൈനൈറ്റ് വാല്യൂ ആണ് ബട്ട് ഇറ്റ് ഇസ് അൺസർട്ടൺ. അപ്പൊ ഫൈനൈറ്റ് ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ് ബട്ട് ഇറ്റ് ഇസ്
അൺസർട്ടൺ. ഇറ്റ് ഇസ് അൺസർട്ടൺ. എനിക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ ഇടയിൽ ഏത് വാല്യൂ ആണെന്ന്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസിലേറ്ററി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓസിലേറ്ററി വാല്യൂസ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് ലിമിറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ, എൽ ഇസ് ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? L is equal to m ആണെങ്കിൽ limit exist at x is equal to a. x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ്? ബോത്ത് എൽ ആൻഡ് എം ആർ എന്ത്? ബോത്ത് എൽ ആൻഡ് എം ആർ ഫൈനൈറ്റ്. ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഫൈനൈറ്റ് ആകാം, ഓർ രണ്ടുപേരും എങ്ങനെയാകാം? ഇൻഫൈനറ്റ് ആകാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ രണ്ടുപേരും ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും എന്താവാം? ഇൻഫിനിറ്റ് ആവാം. ഇനി എൽ ഇസ് നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ, എൽ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എല്ലും എമ്മും രണ്ടുപേരും ആണ് ഓസിലേറ്ററി അല്ല. ഒന്നില്ലെങ്കിൽ ഐദർ ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ബോത്ത്. ഐദർ ഓർ ബോത്ത് എൽ ആൻഡ് എം ആർ, ഐദർ ഓർ ബോത്ത് എൽ ആൻഡ് എം ക്യാൻ ബി ഓസിലേറ്ററി. അവരെങ്ങനെയാകാം? ഓസിലേറ്ററി ആകാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ചോദിച്ചിട്ടുണ്ട്, പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പൊ ഇതാ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 by x. എങ്ങനെ ചെയ്യും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 by x. എക്സ് ടെൻഡിങ് ടു 0 ആണ്, 1 by x ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ പറയണം. ദാറ്റ്സ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് നിങ്ങൾ പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂവും പറയണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂവും പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ആണ്. സി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറഞ്ഞപ്പോൾ ഒരു രീതിയും കൂടി ഉണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമുക്ക് എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. സി, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യണേലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? 1 by x ആണ് ഫംഗ്ഷൻ. 1 by xന്റെ എക്സ് 0 ആകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരാളെ എടുക്കും. എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ഒരാളെ എടുക്കും. ഈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ്. ഒരു വളരെ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ആണ് എച്ച് എന്ന് പറയുന്നത്. നോക്കിക്കേ, അത് 0 ആയിക്കൊണ്ടിരിക്കുക. എച്ച് ടെൻഡിങ് ടു 0 ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് എടുക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഡെഫിനേഷനിൽ ഞാൻ പറയാം. അതായത് സി, എച്ച് എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി ഞാൻ എച്ചിന്റെ ടേംസിൽ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു, ലിമിറ്റ് ഞാൻ മാറ്റുകയാണ്. ഇവിടെ എക്സ് ടെൻസ് ടു എ മൈനസ് മാറ്റിയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് ഇടും. ഇനി എഫ് ഓഫ് എക്സിന് പകരം എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കും? എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന്, എ മൈനസ് എച്ച് എന്ന് കൊടുക്കും. സി, ഇങ്ങനെ ഞാൻ ലിമിറ്റ് ഡിഫൈൻ ചെയ്യും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതാൻ നേരത്ത് ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ആണ് എഫ് ഓഫ് എക്സ്. ഇനി എന്ത് ചെയ്യും? അതേപോലെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ്, ഇവിടെ എ മൈനസ് എച്ച് ആയിരുന്നു കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എന്ത് വരും? എ പ്ലസ് എച്ച് എന്ന് വരും. ഇങ്ങനെ എഴുതിയിട്ട് ഈ രണ്ട് ലിമിറ്റുകൾ തമ്മിൽ സെയിം ആണ് എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് എന്തിനാണ് ഈ എച്ച് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കിത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സി ഇവിടെ h is equal to 0. അല്ലെങ്കിൽ ഞാൻ ഇതിന് പോയിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/0 എന്നുള്ള ഫോമാറ്റിലൊക്കെ വരും അല്ലെ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ബട്ട് ദ തിങ് ഇസ് ആദ്യം ഞാൻ h വെച്ച് പഠിപ്പിച്ചു തരാം. ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a മൈനസ് h ആണ്. ഇവിടെ a എന്താണ്? 0 ആണ്. അപ്പൊ f ഓഫ് 0 മൈനസ് h എന്ന് വന്നു. അപ്പൊ 0 മൈനസ് h എന്ന് പറയുമ്പോൾ എന്താണ്? f ഓഫ് മൈനസ് h എന്ന് വന്നു അല്ലെ. 0 മൈനസ് h എന്ന് വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് 1 ഫംഗ്ഷൻ ഓഫ് 0 മൈനസ് h ആണ്. ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നത്? 1/0 മൈനസ് h ആണ് അല്ലെ. എക്സിന് പകരം നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്? 1/0 മൈനസ് h എന്ന് നമ്മൾ എക്സിന് പകരം ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? -1/h എന്ന് കിട്ടി. കണ്ടോ? ലിമിറ്റ് h ടെൻസ് ടു 0 -1/h എന്ന് കിട്ടി. ഇനി h ന് പോയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോ. h ന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/0 ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഈ h എടുക്കാതെയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഞാൻ ആദ്യം h വെച്ച് പറഞ്ഞിട്ട് h എടുക്കാതെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ദാ -ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. 0 പ്ലസ് വന്നു. h ടെൻസ് ടു 0 0 പ്ലസ് h എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 0 പ്ലസ് h എന്ന് പറയുമ്പോൾ എന്താണ് ഫംഗ്ഷൻ വരിക? 1/0 പ്ലസ് h ദാറ്റ് ഇസ് ഈക്വൽ ടു 1/h എന്ന് വന്നു. h ന് എന്ത് കൊടുത്തു? h ന് 0 ഇട്ട് കൊടുത്തു. 1/0 ഇസ് ഇൻഫിനിറ്റി. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -ഇൻഫിനിറ്റി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇൻഫിനിറ്റി. അപ്പൊ എന്താണ്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x is equal to 0. x is equal to 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി h ഇടാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ 1/x ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. അപ്പം x 0-യിലാണ്. അപ്പൊ ലിമിറ്റ് x ടെൻസ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നോക്കുന്നത്. x ടെൻസ് ടു 0 മൈനസ് 1/x ഞാൻ ചെയ്യാണ്. അപ്പൊ 0 മൈനസ് എന്ന് പറയുമ്പോൾ 0-നേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെ വരും? -ഇൻഫിനിറ്റി വരും അല്ലെ. 0-നേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂസിലേക്ക് വരും, നെഗറ്റീവ് ഇൻഫിനിറ്റി വരും. ഇനി ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് 1/x എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂസ് എങ്ങനെയാണ്? 0-നേക്കാൾ അല്ലെ റൈറ്റ് ഹാൻഡ് എന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം 1/0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി വരും. അങ്ങനെ എന്ത് പറ്റും? നമുക്ക് മനസ്സിലായി ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പക്ഷെ പെട്ടെന്ന് ഈ ബുദ്ധി ഉപയോഗിക്കാൻ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്താ ഈ h ഇട്ടിട്ട് ഇവർ ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിലും h ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. അപ്പൊ അത് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ടാണ് ഈ h വെച്ചിട്ട് ലിമിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x is equal to 0. h വെച്ച് നമ്മൾ ചെയ്യുന്നത്. h വെച്ചിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഫംഗ്ഷൻസ് വരുമ്പോൾ ലിമിറ്റ് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. f of x is equal to 1/x². ലിമിറ്റ് x ടെൻസ് ടു 0 f of x is equal to എത്ര വരും? 1/x² ആവുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറ. 1/x² ആവുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയും. എങ്ങനെയാണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതി നോക്കാം. 1/x² ആവാൻ നേരത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതി നോക്കാൻ നേരത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. 1/x² വരാൻ നേരത്ത് എന്ത് വരും? h വെച്ച് തന്നെ നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ലിമിറ്റ് x ടെൻസ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x നമ്മൾ ഇടുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എന്ത് വരും? h ടെൻസ് ടു 0 f of a എന്താണ്? 0 ആണ് അല്ലെ. 0 മൈനസ് h എന്ന് വരും. അപ്പൊ ഫംഗ്ഷനിൽ എക്സിന് പകരം 0 മൈനസ് h ഇട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 1/0 മൈനസ് h ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? That is equal to limit h tends to 0 1/ അല്ലെ മൈനസ് h the whole square എന്ന് പറയുമ്പോൾ h² വരും. അപ്പൊ ഇനി h ന് 0 ഇട്ട് കൊടുത്തോ. h ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/0 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/0 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. 1/0 is infinity അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് സിമിലർ ആയിട്ട് എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോൾ ഇതേപോലെ തന്നെ വരും. സി എക്സാമിന് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഒന്നും എഴുതണ്ടാട്ടോ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നോണ്ട് ഇങ്ങനെ എഴുതുന്നതാ. എക്സാമിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഈ
എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ എക്സാമിന് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ചെയ്യേ വേണ്ട. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഒന്നും നിങ്ങൾ എഴുതണ്ട. ഡയറക്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ഈ ഫോം ഒക്കെ ആയിരിക്കണം ഡയറക്റ്റ് എഴുതണ്ടാവുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് ചാടിക്കേറി എഴുതേണ്ടത്. ഞാനിവിടെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് എഴുതുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലെ? അപ്പൊ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് വരും. അപ്പൊ എന്താണ്? സിമിലർ ആയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by 0 plus h the whole square which is equal to 1 by h square എന്നാണ് വരുന്നത്. That is 1 by 0 എന്ന് വരും. That is infinity. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ് അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അറ്റ് x is equal to 0. സി, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഇപ്പൊ ഞാൻ ഇതിൽ ഓപ്ഷൻസ് വെച്ചില്ല, പക്ഷെ ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ എനിക്ക് ആൻസർ തരണം. ഓപ്ഷൻ എ ലിമിറ്റ് എക്സിസ്, ഓപ്ഷൻ ബി ലിമിറ്റ് എക്സിസ് അറ്റ് x is equal to 0, ഓപ്ഷൻ സി ലിമിറ്റ് does not exist. ഓപ്ഷൻ ഡി none of these ആണ്. നിങ്ങൾ ഏത് ഓപ്ഷനാ പറയാ? ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഞാൻ ഇത് ഞാൻ ഇത് പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റിക്കും, പിന്നെയും നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റനും എടുത്ത് പിന്നെയും പറയണം. ഈ അറ്റ് എന്ന് പറയുന്ന സാധനം ഇസ് വളരെ 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 ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം 1 by നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഷോർട്ട് ആയിട്ട് ഒന്ന് പറയാറോ? പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും വരുമ്പോൾ ചെയ്യാണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നില്ലേ? നമ്പർ ലൈൻ വെച്ചിട്ടാണോ? യെസ്, അതെ. 1 by x സ്ക്വയറിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ എന്താ അറിയോ, ഇത് എല്ലാ തവണയും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവില്ല. മനസ്സിലായോ? 1 by x ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവുന്നത് പോളിനോമിയൽസും അതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും ഒക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവും. ഈ 1 by x സ്ക്വയറിന് നമ്മൾ നേരത്തെ പോലെ തന്നെ 1 by x സ്ക്വയർ കൊടുത്തിട്ട് നമ്പർ ലൈൻ വരച്ച് x is equal to 0 വെച്ച് നമ്മൾ പറയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 by 0 ഇൻഫിനിറ്റി. ഈ കേസിൽ അത് വർക്ക് ആവും, പക്ഷെ എല്ലാ കേസിലും അത് വർക്ക് ആവില്ല. സി, ഇവിടെ ഞാൻ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, 0 മൈനസിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് 1 by 0 സ്ക്വയർ 1 by 0 ഇൻഫിനിറ്റി എന്ന് വരും. 0 പ്ലസിന്റെ കേസിലാണെങ്കിലും 1 by 0 ഇൻഫിനിറ്റി എന്ന് വരും. ഈ കേസിൽ അത് വർക്കായി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എല്ലാ കേസിലും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇനി ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ തോന്നും ഓ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ചിലപ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ ഒക്കെ കിട്ടും. പക്ഷെ ചിലപ്പോൾ ആ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ h ടെൻസ് ടു 0 എന്നുള്ള ഒരു ഫോർമാറ്റ് ഇവർ കണ്ടുപിടിച്ചത്. അപ്പൊ ശരിക്കും ഈ h ടെൻസ് ടു 0 വെച്ചാണ് ഈ ക്വസ്റ്റൻസ് ചെയ്യേണ്ടത്. എല്ലാ തവണയും നമുക്ക് ആ ലോജിക്കലി ചെയ്യാൻ പറ്റില്ല, അത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ h ടെൻസ് ടു വെച്ചിട്ട് ഈ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ നമുക്കിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 ആവുമ്പോ 1 by x ആണെങ്കിൽ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതിന് ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, എക്സ് ടെൻഡിങ് ടു 0 ആണോന്ന് നോക്കുക. ഫംഗ്ഷൻ 1 by x ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഇരുന്ന് അയ്യോ ഞാൻ പഠിച്ചാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്നാലും നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതൊന്നും നമ്മൾ ചെയ്ത് നോക്കുന്നില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. ഇത് നോക്കണം കേട്ടോ, എക്സ് ടെൻഡിങ് ടു 0 ആണോ നോക്കണം. ആൻഡ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇടയിൽ എന്തോ പറഞ്ഞു does not exist. Okay, നമുക്കത് പഠിച്ചു. ബട്ട് ആക്ച്വലി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഈ 1 by x സ്ക്വയർ ഫംഗ്ഷനും അങ്ങനെ ഈ 1 by x സ്ക്വയർ ഫംഗ്ഷൻ എല്ലാ ക്വസ്റ്റ്യനും ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ്, 1 by x ഉം 1 by x സ്ക്വയറും നിങ്ങൾ പഠിച്ചു വെക്കണം.
അല്ലാതെ ഇപ്പൊ നമുക്ക് വരുന്ന പോളിനോമിയൽ ഫംഗ്ഷൻസും അങ്ങനത്തെ ഒന്നും പഠിക്കണ്ട. പക്ഷെ 1/x ഇതിപ്പോ ഞാൻ നിങ്ങൾ പഠിച്ചു വെച്ചാലും ഇല്ലെങ്കിൽ ഇതിപ്പോ പഠിക്കാതെ ഇരിക്കാം, പക്ഷെ പഠിച്ചു വെക്കുന്ന ആൾക്ക് എന്താ 10 ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യാനുള്ള സമയം കിട്ടും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. വേണമെങ്കിൽ പഠിക്കാൻ പഠിക്കാതിരിക്കാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പഠിക്കാൻ പറയണു, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ടൈമിന്റെ കൺസ്ട്രെയിൻ ഇല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബിക്കോസ് നമുക്കറിയാം മാത്സ് എത്രയോ മാർക്സിനാണ് മാത്സ് ചോദിക്കുക, ലിമിറ്റ് മാത്രമല്ല ചെയ്യാനുള്ളത്. ഇനിയിപ്പോ ഇന്റഗ്രേഷൻ ഒക്കെ വരും. അപ്പൊ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ 1/xന്റെയും 1/x² ഒക്കെ വാല്യൂസ് നിങ്ങൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, ഒബ്വിയസ്ലി വർക്ക്ഔട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന എക്സാമ്പിൾസിന്റെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ടൈം കൂടുതൽ കിട്ടും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദാ ഇതെന്താണ്, ദിസ് ഇസ് എ പീസ് വൈസ് ഫംഗ്ഷൻ അല്ലെ. പീസ് വൈസ് ഫംഗ്ഷൻ ആണ്, അതായത് ഫംഗ്ഷനിൽ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ബിക്കോസ് ഫംഗ്ഷനിൽ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, അതായത് ലിമിറ്റ് x tends to 0 minus. നിങ്ങൾ ആക്ച്വലി എക്സാമിന് ഈ ലിമിറ്റ് x tends to 0 മൈനസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾ ചുമ്മാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഈ ലിമിറ്റ് x tends to 0 മൈനസ് f of x ഇങ്ങനത്തെ പരിപാടികളൊന്നും എഴുതണ്ട. അത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയാത്തത്. എത്രയും ഷോർട്ട് ആക്കി എഴുതാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കി എഴുതുക. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു x tends to 0 മൈനസ് f of x ആണ് വരുന്നത്. അപ്പം എക്സിന് 0 ആകുമ്പോൾ ഉള്ള വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 0 അല്ലാത്തപ്പോൾ ഉള്ള വാല്യൂ ആണ് ഇതല്ലേ. അപ്പൊ 0യിൽ താഴെ ആകുമ്പോഴും വാല്യൂ എന്താണ്? 2 ആണ് അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. ലിമിറ്റ് x tends to 0 പ്ലസ് ആണ് f of x അല്ലെ. 0 ആവുമ്പോൾ വാല്യൂ നമ്മൾ 0/0 ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 0 അല്ലാത്തപ്പോൾ, അതായത് 0ക്ക് താഴെ ആവുമ്പോൾ 2 ആണ്, 0ക്ക് മുകളിൽ ആവുമ്പോഴും 2 ആണ്. ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. Therefore ലിമിറ്റ് എക്സിസ്റ്റ് അല്ലെ. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. സിമിലർ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഫൈൻഡ് ഫങ്ഷണൽ വാല്യൂ. എന്താണ് നിങ്ങളുടെ ആൻസർ? ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് നിങ്ങളുടെ ആൻസർ? ഫങ്ഷണൽ വാല്യൂ കണ്ടുപിടിക്കും. എന്താണ് ആൻസർ വരുന്നത്? 0. യെസ്, 0 എന്നല്ല, 0/0. ഓക്കെ, ഫങ്ഷണൽ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 0/0 ആണ്. ലിമിറ്റിംഗ് വാല്യൂനാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. ലിമിറ്റിംഗ് വാല്യൂ, ലിമിറ്റിന്റെ വാല്യൂ ആണ് ഇറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയത്. ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മൾ ലിമിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, ഫൈൻഡ് ലിമിറ്റിംഗ് വാല്യൂ എന്നല്ലായിരിക്കും ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ വാല്യൂ എന്നായിരിക്കും. ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും? ABCD ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? 2 ഉണ്ടാവും, അതേപോലെ 0/0 ഉണ്ടാവും, അങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി പോയിട്ട് ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കും, എഴുതും. തെറ്റ് പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് മിസ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ നമ്മൾ ചെയ്യും, ബിക്കോസ് നമ്മൾ ഒന്നാമത് എക്സാമിന് ഇരിക്കുന്നു, ക്വസ്റ്റ്യൻ നേരെ വേണം വായിക്കുന്നില്ല, ലിമിറ്റ് കാണുന്നു, ചാടിക്കറി ചെയ്യുന്നു, 2 കൊടുക്കുന്നു, തെറ്റുന്നു. ഓക്കെ, അപ്പം ഫങ്ഷൻ